കണ്ണൂരിൽ അതേസമയം പാനൂരിൽ കാറ്റിലും മഴയിലും നാശനഷ്ടം കൂടിയുണ്ടായി. തൂവക്കുന്നിലെ അംബിക കോംപ്ലക്സിന് മുകളിലെ അലൂമിനിയം ഷീറ്റ് തകർന്നു വീണു. വീട്ടുമുറ്റത്ത് ആരുമില്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി. അർജുൻ കല്യാടോട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, വലിയ ചൂടിനിടയിലും ചെറിയ വേനൽ മഴയൊക്കെ ചിലയിടങ്ങളിൽ വന്നു. വലിയ കാറ്റും മഴയും വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് ചിലയിടങ്ങളിലെങ്കിലും. എന്താണ് ഇവിടെ സംഭവിച്ചത് അർജുൻ കല്യാട്? ഡോക്ടർ, തീർച്ചയായിട്ടും കടുത്ത വേനലിന് ആശ്വാസം എന്ന രീതിയിലാണ് മഴ എത്തിയത്. പക്ഷേ പാനൂർ തൂവക്കുന്നിനടുത്തുള്ള സ്ഥലത്ത് ആ കാറ്റും മഴയും ഒക്കെ ഒരു നാശനഷ്ടം കൂടി ഉണ്ടാക്കിയിരിക്കുകയാണ്. കടവത്തൂർ അർബൻ സൊസൈറ്റി പ്രവർത്തിക്കുന്ന തൂവക്കുന്ന് ശാഖ പ്രവർത്തിക്കുന്ന അംബിക കോംപ്ലക്സിന് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള അലൂമിനിയം ഷീറ്റാണ്, അതിന്റെ മേൽക്കൂരയാണ് ഏകദേശം ഒരു 100 മീറ്റർ അകലെ പറന്നുപോയത്. തൊട്ടടുത്തുള്ള ഒരു വീട്ടിന്റെ സുബൈദ എന്ന് പറയുന്ന ആളുടെ വീട്ടിന്റെ മുറ്റത്തേക്കാണ് ഈ ഷീറ്റ് പറന്നു വീണത്. പക്ഷെ ആ സമയത്ത് ആരും അവിടെ ഇല്ലാത്തത്, അതായത് വീട്ടുമുറ്റത്തോ പുറത്തോ ആരും തന്നെ ഇല്ലാത്തതാണ് വലിയ അപകടം ഒഴിവാക്കിയതെന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയും. ഏകദേശം വലിയ രീതിയിൽ ഒരു കാറ്റും മഴയും ഒക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഏകദേശം ഈ അലൂമിനിയം ഷീറ്റ് എന്ന് പറയുമ്പോൾ ഒരു കോംപ്ലക്സിന്റെ മുകളിലായി മുഴുവനായി സ്ഥാപിച്ചിട്ടുള്ള വലിയ ഷീറ്റ് തന്നെയാണ് പറന്നു വീണത്. അതിന്റെ ദൃശ്യങ്ങളിൽ നമുക്കതിന്റെ ആഘാതം എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. എന്തായാലും വലിയ അപകടം ഒഴിവായി എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യം. ജനപ്രതിനിധികളും ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ എത്തി ഇപ്പോൾ അവിടെയുള്ള ഈ മേൽക്കൂര അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്തായാലും വലിയ അപകടം ഒഴിവായി എന്നുള്ളത് ആശ്വാസമാണ്. വേനൽ മഴയിൽ കാറ്റും മഴയും ഒക്കെ ഉണ്ടാകുന്നത് ഒരു ഭാഗത്ത് ആശ്വാസമാണ്. പക്ഷേ മറുവശത്ത് ഇത്തരം നാശനഷ്ടം ഉണ്ടായത്, അതും അപകടം ഇല്ലാതിരുന്നതും ഒരു ആശ്വാസമായി മാറുകയാണ്. ഡോക്ടർ അരുൺ. താങ്ക് യു. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്നും.